ഇരുന്തലക്കാട്. നമ്മള് രാത്രിയിൽ തന്നെ അന്വേഷിച്ചിരുന്നു, നിങ്ങൾ പുരയിലില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഇളം ബ്ലാക്കാട്ട് ഒരു സുദർശന ഹോമം ഉണ്ടായിരുന്നു. കേമായി ആകെപ്പാടെ കുഴപ്പമായി പോയി സംഭവിച്ച. ആമിന മണിയറയിൽ ബോധം കെട്ട് വീണ്. വൈദ്യരെ കാണിച്ചില്ലേ? കാണിച്ചു. ദിവസവും ഒരു നേരം വെച്ച് 3 ദിവസം തലക്ക് തളം വെക്കാൻ പറഞ്ഞു. തളവും കുളവും വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനൊന്ന് നിരത്തി നോക്കി, കണ്ടു ആരോ മുട്ടയിൽ കൂടോത്രം ചെയ്തിരിക്കണു. അല്ലോ, മുട്ടയില. ആ ചെയ്തത് ആരായിരിക്കും നമ്പൂരിശ? നിങ്ങളുടെ ചങ്ങാതിയെ കലന്തനാവാനേ വഴിയുള്ളൂ. പേടിക്കാനൊന്നുമില്ല. വൈദ്യരുടെ ചികിത്സ മുറക്കി നടന്നോട്ടെ. അത് കഴിയുമ്പോഴേക്കും ഞാനെല്ലാം ഒന്ന് ശരിയാക്കണ്ട. അപ്പോ ഞമ്മക്ക് ഇനി എപ്പാ മണിയറയിലൊക്കെ ഒന്ന് കയറാൻ പറ്റുക? 3 ദിവസം കഴിയട്ടെ. അവറ്റകളോട് മാറിപ്പോൻ പറയാ. മാറിപ്പോ പെണ്ണുങ്ങളെ തമ്പുരാൻ നിൽക്കുന്നത് കണ്ടില്ലേ? ബ്രഹ്മചര്യത്തിന്റെ പാരമ്യം കാണണമെന്ന് ആ തമ്പുരാന്റെ തീരുമാനം. പെണ്ണുങ്ങളെ കാണാൻ പാടില്ലെന്നായി. ഇല്ലത്തെ അടിച്ചളിക്കും അടുക്കളയിലും ഒക്കെ ആണുങ്ങളെ നിർത്തിയിരിക്ക. ഇതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പണേ? പോയോ? പോയി. പോവാം. ധൈര്യമായിട്ടിരിക്ക. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഒരു ചെറിയ ഹോമത്തിന് ചെലവുണ്ടാവും. ഇല്ലത്തേക്ക് കൊടുത്തയക്കുക. കായിന്റെ കാര്യമൊക്കെ സാപ്പുണ്ണിയാരോട് പറഞ്ഞാൽ മതി. സാപ്പുണ്ണിയാരേ, കേട്ടു നിങ്ങൾ കേൾക്കണതൊക്കെ ശരി തന്നെയാണ്. നേർച്ച കോയിനെ തിന്ന് വയറ് വീർത്ത് ചത്ത അദ്രുമാന്റെ മോൻ ഖാലിദ് മൂക്കറ്റ കടത്തിലായിരുന്നു. ഇരുന്തലക്കാട് ഒരു മുത്തുമാല പൂശിച്ചു എന്റെ കഴുത്തിലിട്ട് കൊടുത്ത്. 3ന്റെ അന്ന് 10 ലക്ഷത്തിന്റെ ഷോർട്ടി എന്റെ കീശയിൽ വീടില്ലേ? നമ്മൾ ഉമ്മാന്റെ വലിയൊരു പൂതിയായിരുന്നു ഒരു ആനക്ക് പാപ്പാന്റെ പേരിടണമെന്ന്. വേണ്ടാന്ന് ഇരുന്തലക്കാടൻ പറഞ്ഞതാ. അത് കേൾക്കാണ്ട് കൊണ്ടോട്ടി മൂസേന്റെ അടുത്ത് വാങ്ങിയ ആനേനെ കരീം സേട്ടേ എന്ന് വിളിച്ച് 3ന്റെ അന്ന് ആന മയ്യത്തായി. ഓര് പറയുന്നത് ചെയ്യണോണ്ട് ഞമ്മക്ക് ഇതുവരെ നല്ലതല്ലാണ്ട് വെടക്കായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആമിനയിൽ ഞമ്മക്കുണ്ടാവാൻ പോണ പഹേ ഈ ദുനിയാവില് വലിയൊരു പ്രമാണിയാവുന്ന ഇരുന്തലക്കാടൻ പറയണത്. എന്താ സാപ്പുണ്ണിയാരെ ഈ പാതിരായ്ക്ക്? ചൊവ്വാഴ്ച വെള്ളിയാഴ്ച മനുഷ്യന്മാരാരെങ്കിലും ഇറങ്ങി നടക്കും. ഈ നേരത്ത് വെള്ളാട്ടപ്പോക്കർ ഇറങ്ങണ നേരാ. ഞാൻ കണ്ടു വെള്ളാട്ടപ്പോക്കറിന്റെ പ്രേതത്തെ. എവിടെ? വഴി പിരിയുന്നിടത്ത് ഓടി വാഴക്കടവത്ത് കുപ്പറ എടുക്കാൻ പോയതായിരുന്നു. തോണി മടങ്ങിപ്പോ വൈകി. എന്നാ അങ്ങക്ക് ആ കടവത്ത് മമ്മദ് ഖാന്റെ ബഞ്ചിപ്പുരയിലാറ്റോ കിടന്നുകൂടായിരുന്നാ? നിങ്ങളുടെ നസീബോണ്ട് കഴിച്ചലായതാ. എത്ര ആളാ പോക്കരെ കണ്ട് ചത്തിരിക്കണ്. ഇനി വെളുത്തിട്ട് പോയാ മതി. വെളുക്കണ വരയ്ക്കും പോക്കർ അലിഞ്ഞു നടക്കും. പോരേന്റെ ചാർത്തിൽ കിടക്കാം. ഇങ്ങോട്ട് കേറൂല. ആ ഇരുന്തലക്കാടൻ നമ്പൂരിച്ചൻ പടിക്കൽ ഈ ആണി അടിച്ച പിന്നെ പോക്കർ ഈ വൈ വന്നിട്ടില്ല. നിങ്ങൾ വരുന്ന